നേരത്തെ ജി സുധാകരനെ കുറിച്ച് പറയുകയായിരുന്നു. പാർട്ടിയുമായി പല സമയത്തും ഇടഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ജി സുധാകരൻ. പക്ഷേ ഇതാ ജി സുധാകരന് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അർഹമായ പരിഗണന നൽകുന്നു പാർട്ടി എന്നതാണ് റിപ്പോർട്ടർ ഈവനിംഗ് ഇലക്ഷൻ ബ്രേക്കിംഗ്. മുതിർന്ന നേതാവ് ജി സുധാകരനെ വീണ്ടും ചേർത്ത് പിടിക്കാൻ CPIM ജി സുധാകരന് വീണ്ടും പാർട്ടി ചുമതലകൾ നൽകിയിരിക്കുകയാണ്. ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന 6 അംഗ കമ്മിറ്റിയിൽ സുധാകരനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. SS ശരത്ത് ചേരുന്ന വിശദാംശങ്ങളുമായി. ശരത്ത്, അസ്വാരസ്യങ്ങളൊക്കെ മറന്നുകൊണ്ട് സുധാകരൻ ഈ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറാണോ? അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് അത് കൂടുതൽ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാമെന്നതാണോ പാർട്ടി തീരുമാനം? മാത്രമല്ല അമ്പലപ്പുഴയിൽ ഉൾപ്പെടെ ജി സുധാകരനെ പരിഗണിക്കുന്നു. വീണ്ടും അദ്ദേഹവും മത്സരരംഗത്തേക്ക് ഇറങ്ങുമോ എന്നതാണ് ആകാംക്ഷ. വിനീത, എന്തായാലും ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും CPM-ന്റെ ജില്ലാ കേന്ദ്രത്തിലേക്ക് സുധാകരൻ എത്തുന്നു എന്നുള്ളതാണ്. പ്രധാന ചുമതല കൂടി പാർട്ടി നൽകിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് മേൽനോട്ടവുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയുണ്ട്, 6 അംഗ കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയിലാണ് ഇപ്പോൾ സുധാകരനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സുധാകരന് പുറമെ ഈ കമ്മിറ്റിയിലുള്ളവർ മറ്റ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാണ്. അങ്ങനെ ഈ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാകണം, ഏതൊക്കെ രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിൽ നിർണായകമായിരിക്കും. എന്തായാലും ഒരിടവേളയ്ക്ക് ശേഷം ജി സുധാകരനെ ചേർത്ത് പിടിക്കുകയാണ് CPM. നേരത്തെ CPM ബ്രാഞ്ച് അംഗത്വം മാത്രമായിരുന്നു സുധാകരൻ ഉണ്ടായിരുന്നത്. അപ്പോഴും പാർട്ടി പരിപാടികളിൽ എത്തിയിരുന്നില്ലെങ്കിലും പൊതുപരിപാടികളിലൊക്കെ തന്നെ നിറഞ്ഞു നിന്നിരുന്നു. പുറമെ പാർട്ടി എപ്പോഴും ജനകീയ മുഖമായി കാണുന്നു, അല്ലെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ജനപിന്തുണ ഉണ്ടായിരുന്ന നേതാക്കളിലൊന്നാണ് ജി സുധാകരൻ. അത്തരത്തിൽ വികസന കാര്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും പാർട്ടി എടുത്തു പറയുന്ന, അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാർ പോലും പറയുന്ന പേരുകളിലൊന്ന് ജി സുധാകരനാണ്. അതുകൊണ്ട് തന്നെ അമ്പലപ്പുഴയിൽ ഉൾപ്പെടെ സുധാകരൻ മത്സരിച്ചാൽ വിജയിക്കുമെന്നുള്ള കാര്യം കോൺഗ്രസിൽ പോലും ആ രീതിയിലുള്ള ചർച്ചകളുണ്ട്. അതുകൊണ്ട് തന്നെ സുധാകരനെ പോലെയുള്ള ആൾ മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അത് വലിയ ആവേശം ജില്ലയിലും സംസ്ഥാനത്തുടനീളവും നൽകും എന്നും CPM നേതാക്കൾക്കിടയിൽ ചർച്ചയുണ്ട്. അതിനു പുറമെയാണ് ഇപ്പോൾ സുധാകരനെ ചേർത്ത് പിടിക്കുന്ന രീതിയിലേക്കൊരു പാർട്ടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയിലേക്ക് സുധാകരനെ എന്തായാലും ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കാര്യം സുധാകരനെ അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ ശുചിമുറിയിൽ വീണ് പരിക്കുപറ്റിയ സുധാകരൻ ദീർഘനാളായി വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും ഈ പരിക്ക് മാറി പ്ലാസ്റ്ററൊക്കെ തന്നെ വെട്ടി അദ്ദേഹം ഇപ്പോൾ വീണ്ടും പാർട്ടി പരിപാടികളിലൊക്കെ തന്നെ സജീവമാകുമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി അടക്കം ഇതുമായി ബന്ധപ്പെട്ട പുതിയ ചുമതല സംബന്ധിച്ചുള്ള കാര്യം ജി സുധാകരനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും മനസ്സിലാക്കുന്നു. എന്തായാലും പാർട്ടി ഏരിയ കമ്മിറ്റി ഘടകങ്ങൾക്കടക്കം ഇത്തരത്തിൽ ജി സുധാകരന് ഇത്തരമൊരു ചുമതല നൽകിയ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. അങ്ങനെ ജി സുധാകരൻ എന്തായാലും പാർട്ടി ചുമതലയിലേക്ക് വീണ്ടും വരുമ്പോൾ എന്തായാലും അത് വലിയ ആവേശം ഒരു വിഭാഗത്തിനുണ്ടാകും. പ്രത്യേകിച്ച് ഈ ജനപിന്തുണയുള്ള നേതാവ്, വികസനം, അഴിമതി തൊട്ടു തീണ്ടിയിട്ടില്ല നേതാവ്, അങ്ങനെ വിശേഷണങ്ങൾ ഒട്ടനവധി ജി സുധാകരനുണ്ട്. അതൊക്കെ തന്നെ പാർട്ടിക്ക് കൂടി ഗുണം ചെയ്യുമെന്ന് കൂടി കണ്ടാണ്. മാത്രമല്ല, നേരത്തെ ഈ പരിക്കുപറ്റി കിടക്കുന്ന സമയത്ത് മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ജി സുധാകരനെ കാണാൻ വന്നിരുന്നു. ഒരു തവണ മുഖ്യമന്ത്രിയും കാണാൻ വേണ്ടി വന്നു. അത്തരത്തിൽ മുഖ്യമന്ത്രിയുമായി അടക്കം സംസാരിക്കുകയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ചുമതല നൽകിയത് മുഖ്യമന്ത്രിയുടെ കൂടി പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ ജില്ലാ സമ്മേളന സമയത്ത് ജി സുധാകരനെ പങ്കെടുപ്പിക്കാതെ പോയ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ കമ്മിറ്റി ഇക്കാര്യത്തിൽ ഒരു വിമുഖത കാണിക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ നേരിട്ട് ഇടപെട്ടിട്ടാണ് ജി സുധാകരന് ഇത്തരമൊരു ചുമതല നൽകിയത് എന്നുള്ളതാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ശരി, വ്യക്തമാണ്. SS ശരത്താണ് വിശദാംശങ്ങൾ നൽകിയത്.